നമസ്കാരം. അമേരിക്കയും ഇറാനുമായുള്ള പോരുമുറുകുമ്പോൾ നമ്മുടെ രാജ്യത്തിനും വലിയ വില നൽകേണ്ടി വരുന്നു. നമ്മുടെ നാവികരുടെ ജീവൻ പലതവണ പൊലിഞ്ഞു. കപ്പലുകൾക്ക് പുറമെ ഇറാൻ ഗൾഫ് രാജ്യങ്ങളുടെ കപ്പലുകളെ ലക്ഷ്യം വെക്കുമ്പോഴും നമുക്ക് വിലപ്പെട്ട ജീവനുകളാണ് നഷ്ടമാകുന്നത്. പലതവണ രാജ്യം പ്രതിഷേധമറിയിച്ചു. അമേരിക്കയുടെ ആക്രമണത്തിന് തിരിച്ചടി എന്നോണം മുന്നിൽ കാണുന്നവരെയെല്ലാം ആക്രമിക്കുന്ന ഇറാന്റെ രീതി അംഗീകരിക്കാൻ കഴിയില്ല. കപ്പൽ ചാലുകളായ കടലിടുക്കുകൾ എല്ലാവരുടേതുമെന്ന കാര്യം ഇറാനും മറക്കരുത്. ആ അന്താരാഷ്ട്ര നിയമം ഹോർമൂസിലുമുണ്ടെന്നും ഓർക്കണം. കടലിടുക്ക് അടച്ചെന്ന് ഇറാനും ഇല്ലെന്ന് അമേരിക്കയും പറയുമ്പോൾ ചരക്ക് ഇടനാഴി സുരക്ഷിതമല്ലെന്ന കാര്യം ഉറപ്പ്. ടോപ് 10 സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ഹോർമൂസ് കടലിടുക്കിൽ ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെട്ടതിൽ ഇറാനെ പ്രതിഷേധമറിയിച്ച് ഇന്ത്യ. ഇറാൻ ഡെപ്യൂട്ടി അംബാസഡറെ വിളിച്ചു വരുത്തി. ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെട്ടത് UAE എണ്ണക്കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ 6 ഇന്ത്യക്കാരടക്കം 8 പേർക്ക് പരിക്ക്. 4 പേരുടെ നില ഗുരുതരം. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഇതുവരെ 13 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടുവെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഹോർമൂസിൽ കപ്പലുകൾക്ക് ചുങ്കം ചുമത്താനുള്ള നീക്കത്തിൽ നിന്നും പിന്മാറി ഡൊണാൾഡ് ട്രംപ്. പകരം ഗൾഫ് രാജ്യങ്ങളുമായി വ്യാപാര നിക്ഷേപ കരാർ. ക്രൂഡ് ഓയിൽ വില ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിൽ. വിവിധ തലങ്ങളിൽ ജാഗ്രത കുറവുണ്ട്. ഈ നേതാവെന്ന് പറയുന്ന ഒരു പ്രയോഗം ആശയവിനിമയത്തിന് നമ്മുടെ ഭാഷയിൽ ഉപയോഗിക്കേണ്ടി വരുന്നുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ വിയോജിപ്പുള്ള ഒരു പ്രയോഗമാണത്. കേരളത്തിലെ തിരഞ്ഞെടുപ്പ് പരാജയത്തിൽ തിരിച്ചടി മറികടക്കാൻ തിരുത്തൽ നടപടികളുമായി CPM. സെപ്റ്റംബറിൽ വിശാല സംസ്ഥാന സമിതി. സ്ഥാനാർത്ഥി നിർണയത്തിലും പ്രചാരണത്തിലും വീഴ്ചയുണ്ടായതായി കേന്ദ്ര കമ്മിറ്റിയിൽ വിലയിരുത്തൽ. നേതാക്കളെ മാറ്റിയല്ല തിരുത്തൽ നടപടിയെന്നും ഒരു നേതാവും സ്വയം വിമർശനത്തിന് അതീതരല്ലെന്നും ജനറൽ സെക്രട്ടറി MA ബേബി. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തിൽ CPM CPI ഉഭയകക്ഷി ചർച്ചയിൽ തീരുമാനമായില്ല. ബഹിരാകാശത്തെ മലയാളി തിളക്കമാകാൻ ഡോക്ടർ അനിൽ മേനോൻ. 8 മാസത്തെ ചരിത്ര ദൗത്യത്തിന് അനിൽ മേനോനും സംഘവും ബഹിരാകാശ നിലയത്തിലേക്ക്. സോയൂസ് MS-29 പേടകത്തിന്റെ വിക്ഷേപണം കസാഖിസ്ഥാനിലെ ബൈക്കണ്ണൂർ കോസ്മോഡ്രോമിൽ നിന്നും. ബഹിരാകാശവാസത്തിൽ ശരീരത്തിലുണ്ടാകുന്ന വ്യതിയാനം ഉൾപ്പെടെ പഠിക്കും. യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിച്ച കേസ് അട്ടിമറിച്ചെന്ന ആരോപണത്തിൽ ADGP MR അജിത് കുമാറിനെതിരായ റിപ്പോർട്ട് മടക്കി DGP. നടപടി SIT സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിൽ കൂടുതൽ വ്യക്തത തേടി. തീരുമാനം അജിത് കുമാറിന് സർക്കാർ സംരക്ഷണം ഒരുക്കുന്നുവെന്ന വിമർശനം ശക്തമാകുമ്പോൾ PSC നിയമന തട്ടിപ്പിൽ സമഗ്ര അന്വേഷണത്തിന് ക്രൈംബ്രാഞ്ച്. 10 വകുപ്പുകളിലെ പരീക്ഷാ തട്ടിപ്പിനെ കുറിച്ച് ലഭിച്ച പരാതികൾ അന്വേഷിക്കും. ആസൂത്രണ ബോർഡിലെ നിയമന തട്ടിപ്പിൽ രേഖകൾ ആവശ്യപ്പെട്ട് PSCക്ക് കത്ത് നൽകി. ലോകകപ്പ് ഫുട്ബോളിൽ ആദ്യ സെമി ഇന്ന്. ഫ്രാൻസ് സ്പെയിൻ പോരാട്ടം രാത്രി 12:30. ആവേശത്തോടെ ലമീൻ യമാൽ, കിലിയൻ എംബാപ്പെ ആരാധകർ. ഇംഗ്ലണ്ടിനെതിരായ ആദ്യ ഏകദിനത്തിൽ ഇന്ത്യക്ക് 259 റൺസ് വിജയലക്ഷ്യം. മറുപടി ബാറ്റിംഗിൽ 4 വിക്കറ്റ് നഷ്ടമായി. പ്രളയം മനുഷ്യനിർമ്മിതമാണെന്ന ആരോപണങ്ങളിൽ അന്വേഷണം പ്രഖ്യാപിച്ച ആഭ്യന്തര വകുപ്പ്. മുൻമന്ത്രി K കൃഷ്ണൻകുട്ടിയുടേതെന്ന് ആരോപിക്കപ്പെടുന്ന ഓഡിയോ ടേപ്പിനെ കുറിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. ഉത്തരവ് സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് സ്വകാര്യ വ്യക്തി നൽകിയ പരാതി. ജയിലിൽ ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത BJP കൗൺസിലർ R സുഗതൻ. മേയർ VV രാജേഷ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. റിലേ സത്യാഗ്രഹം അവസാനിപ്പിച്ച് LDF. ജയിലിലായതിനാൽ സുഗതന് കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുക്കാനാകില്ലെന്നും സ്വമേധയാ അയോഗ്യത ഉണ്ടാകുമെന്നും V ജോയ്. നടിയെ ആക്രമിച്ച കേസിൽ പൾസർ സുനിക്ക് തിരിച്ചടി. ശിക്ഷ മരവിപ്പിക്കണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളി. ജയിലിൽ തുടരും. അഭിമന്യു വധക്കേസിലെ വിചാരണ തടയണമെന്നാവശ്യപ്പെട്ട് 5 പ്രതികൾ നൽകിയ ഹർജി തള്ളി. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത പ്രതികളുടെ വിചാരണ തുടരാമെന്ന് ഹൈക്കോടതി.
ശബരിമലയിൽ ബ്രഹ്മദത്തൻ തന്ത്രിയാകുന്നതിൽ ബോർഡിന് എതിർപ്പില്ലെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. തീരുമാനമെടുക്കേണ്ടത് ഹൈക്കോടതിയെന്നും കെ എ ജയകുമാർ. മേൽശാന്തി തെരഞ്ഞെടുപ്പിൽ കണ്ഠരരാജ് ഇവരെ പങ്കെടുപ്പിക്കുമോ എന്നതിൽ ഉചിതമായ തീരുമാനമെടുക്കുമെന്നും ബോർഡ് പ്രസിഡന്റ്. സ്റ്റോറി ഓഫ് ദ ഡേ. പോകാം സത്രത്തിലേക്കൊരു ഓഫ് റോഡ് സവാരി. പശ്ചിമേഷ്യൻ സംഘർഷം കടുക്കുകയാണ്. ഇറാനും അമേരിക്കയും പിന്നോട്ടില്ല. ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഇന്ത്യൻ പൗരൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ ശക്തമായ പ്രതിഷേധം ഇന്ത്യ അറിയിച്ചു കഴിഞ്ഞു. ഇന്ത്യയിലെ ഇറാൻ ഡെപ്യൂട്ടി അംബാസിഡറെ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചു വരുത്തി. അക്രമങ്ങൾ എത്രയും വേഗം അവസാനിപ്പിക്കണമെന്നും സ്വതന്ത്ര ചരക്ക് നീക്കം ഉറപ്പാക്കണമെന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ ആവശ്യപ്പെട്ടു. അതേസമയം പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഇതുവരെ 13 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടുവെന്ന് വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെട്ടതിൽ ഇന്ത്യ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. ഡൽഹിയിൽ ഇറാൻ ഡെപ്യൂട്ടി അംബാസിഡറെ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചുവരുത്തി. ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷൻ മുഹമ്മദ് ജവാദ് ഹുസൈനിയെയും മറ്റ് ഇറാനിയൻ നയതന്ത്രജ്ഞരെയുമാണ് വിളിച്ചുവരുത്തിയത്. നാവികർക്ക് നേരെയുള്ള ആക്രമണങ്ങളും അന്താരാഷ്ട്ര സമുദ്രപാതയിലെ കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്തുന്ന നീക്കങ്ങളും അംഗീകരിക്കാനാകില്ലെന്ന് ഇന്ത്യ വ്യക്തമാക്കി. ആക്രമണങ്ങൾ എത്രയും വേഗം അവസാനിപ്പിക്കണമെന്നും സ്വതന്ത്ര ചരക്ക് നീക്കം ഉറപ്പാക്കണമെന്നുമാണ് ഇന്ത്യയുടെ നിലപാടെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. We lost a precious Indian life and there are several Indian nationals who have been injured and a couple of them are also seriously injured. So we conveyed our strongest protest with the Iranian side on this particular matter. UAE-യിലെ ഇന്ത്യൻ എംബസിയും കോൺസുലേറ്റും പരിക്കേറ്റവരുടെ ചികിത്സ ഉൾപ്പെടെ അടിയന്തര സഹായം ഉറപ്പാക്കിയിട്ടുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 10 പേർക്ക് പരിക്കേറ്റിരുന്നു. ഇതിൽ 2 പേരുടെ നില ഗുരുതരമാണ്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. UAE എണ്ണ ടാങ്കറുകൾ ആക്രമിച്ചതിന് പിന്നാലെ ഇറാനുമേൽ കൂടുതൽ ആക്രമണങ്ങൾ അഴിച്ചുവിട്ട അമേരിക്ക. ബാഷേർ അബ്ബാസ്, കിഷ്, കേഷം മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ആക്രമണം. ഇറാനിയൻ ക്രൂയിസ് മിസൈലുകൾ UAEയുടെ ദേശീയ ടാങ്കറുകളെ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണത്തിൽ ഇന്ത്യക്കാരനായ നാവികൻ കൊല്ലപ്പെടുകയും 8ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അതേസമയം ഹോർമൂസിന്റെ പൂർണ്ണ നിയന്ത്രണം തങ്ങൾക്കെന്ന അമേരിക്കയുടെ അവകാശവാദം തള്ളുകയാണ് ഇറാൻ. ഹോർമൂസിൽ കപ്പലുകൾക്ക് ചുങ്കം ചുമത്താനുള്ള നീക്കത്തിൽ നിന്നും പിന്മാറി ഡൊണാൾഡ് ട്രംപ്. പകരം ഗൾഫ് രാജ്യങ്ങളുമായി വ്യാപാര നിക്ഷേപ കരാറുണ്ടാക്കും. അതിനിടെ ക്രൂഡ് ഓയിൽ വില ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലേക്ക് എത്തി. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ മൊംബാസ, അൽബഹിയ എന്നീ എണ്ണക്കപ്പലുകളാണ് ഹോർമൂസ് കടലിടുക്കിൽ ഒമാൻ തീരത്തിന് സമീപം കപ്പൽപാതയിൽ ആക്രമിക്കപ്പെട്ടത്. മൊംബാസ എണ്ണക്കപ്പലുണ്ടായിരുന്ന ഇന്ത്യൻ നാവികനാണ് കൊല്ലപ്പെട്ടത്. പരിക്കേറ്റവരിൽ 6 പേർ ഇന്ത്യക്കാരും 2 പേർ യുക്രൈനിയൻ വംശജരുമാണ്. 4 പേരുടെ നില ഗുരുതരമാണ്. ഇറാന്റെ ആക്രമണം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ഗുരുതര ലംഘനവും മേഖലയുടെ സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും ഭീഷണിയെന്നും UAE അപലപിച്ചു. എന്തായാലും ഇന്ത്യ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണ്. കഴിഞ്ഞ ദിവസം പാനമ പതാകയുള്ള ഒരു എണ്ണ ടാങ്കറിനു നേരെയും ആക്രമണം നടന്നിരുന്നു. വെസലുണ്ടായിരുന്ന 11 ഇന്ത്യക്കാരിൽ 10 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയെങ്കിലും ഇനിയും ഒരാളെ കണ്ടുകിട്ടാനുണ്ട്. അതേസമയം ഹോർമൂസിന്റെ പൂർണ്ണ നിയന്ത്രണം കൈവശമെന്ന അമേരിക്കയുടെ അവകാശവാദം തള്ളി ഇറാൻ രംഗത്തെത്തി. ഹോർമൂസ് കടലിടുക്കിന്റെ യഥാർത്ഥ കാവൽക്കാരൻ ഇറാൻ തന്നെയെന്ന് വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചി വ്യക്തമാക്കി. ഹോർമൂസ് കടലിടുക്ക് വഴി കയറ്റിയിരിക്കുന്ന എല്ലാ ചരക്കുകൾക്കും 20% ചാർജ് ചുമത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ നേരത്തെ പ്രതികരിച്ചിരുന്നു. ഇത് ഇന്ത്യൻ സമയം ബുധനാഴ്ച പുലർച്ചെ 1:30 മുതൽ പ്രാബല്യത്തിൽ വരും. ഇറാന്റെ എണ്ണക്കപ്പലുകളോ ഉപഭോക്താക്കളോ ഹോർമൂസിലെ പ്രധാന ഷിപ്പിംഗ് റൂട്ടിലേക്ക് പ്രവേശിക്കുന്നത് തടയുമെന്നും എന്നാൽ മറ്റെല്ലാ രാജ്യങ്ങൾക്കും ഹോർമൂസ് തുറക്കുമെന്നും ട്രംപ് അറിയിച്ചിട്ടുണ്ട്. അതേസമയം പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമായതോടെ ക്രൂഡ് ഓയിൽ വില കുതിക്കുകയാണ്. ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില 6% വർദ്ധിച്ച് ബാരലിന് $80 മുകളിലെത്തി. ഹോർമുസ് വഴിയുള്ള എണ്ണ വിതരണം തടസ്സപ്പെട്ടാൽ ക്രൂഡ് ഓയിൽ വില വീണ്ടും ഉയരാനാണ് സാധ്യത. ഇറാൻ US സംഘർഷത്തിന് പിന്നാലെ ക്രൂഡ് ഓയിൽ വില $15 വരെ ഉയർന്നിരുന്നു. അതിനിടെ ചെങ്കടലിലെ അതീവ നിർണായക കപ്പൽപാതയായ ബാബ് അൽ മന്ദബും അടച്ചുപൂട്ടുമെന്ന യമന്റെ ഭീഷണി സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കുന്നു. ലോകത്തിന്റെ ഇന്ധന വിപണി തകരുമെന്നും രാജ്യങ്ങൾ പട്ടിണിയിലാകുമെന്നുമാണ് ഇറാന്റെ മുന്നറിയിപ്പ്. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV. കേരളത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിലും പ്രചാരണത്തിലും വീഴ്ച സംഭവിച്ചുവെന്ന് കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തിയതായി CPM ജനറൽ സെക്രട്ടറി MA ബേബി. നേതാക്കളുടെ പെരുമാറ്റത്തിൽ പാളിച്ചയുണ്ടായി. പാർട്ടിക്കുള്ളിൽ അടിമുടി തിരുത്തൽ നടപടി ഉണ്ടാകുമെന്നും സെപ്റ്റംബറിൽ വിശാല സംസ്ഥാന കമ്മിറ്റി ഇക്കാര്യം ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിഴിഞ്ഞം വിഷയത്തിൽ പാർട്ടി നയം പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ടെന്നും MA ബേബി ചൂണ്ടിക്കാട്ടി.
സ്ഥാനാർത്ഥി നിർണയത്തിലും അതുമായി ബന്ധപ്പെട്ട പരാതികൾ പരിശോധിക്കുന്നതിലും നേതൃത്വത്തിന് വീഴ്ച സംഭവിച്ചുവെന്ന് തിരഞ്ഞെടുപ്പ് അവലോകനത്തിനായി ചേർന്ന CPM കേന്ദ്ര കമ്മിറ്റി യോഗം വിലയിരുത്തി. പ്രചാരണ രീതിയും പാർട്ടി നയം ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിലും പരാജയം സംഭവിച്ചുവെന്നും ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. ജനങ്ങളോട് സംസാരിക്കുന്നതിലും ജനാധിപത്യ രീതിയിൽ മറുപടി നൽകുന്നതിലും നേതാക്കൾക്ക് പാളിച്ച പറ്റി. പാർട്ടിക്ക് ജാഗ്രത കുറവ് സംഭവിച്ചതായും അടിമുടി തെറ്റുതിരുത്തൽ നടപടി സ്വീകരിക്കുമെന്നും MA ബേബി പറഞ്ഞു. പാർട്ടിക്ക് വിവിധ തലങ്ങളിൽ ജാഗ്രതക്കുറവുണ്ടായി. ഈ നേതാവെന്ന് പറയുന്ന ഒരു പ്രയോഗം ആശയവിനിമയത്തിന് നമ്മുടെ ഭാഷയിൽ ഉപയോഗിക്കേണ്ടി വരുന്നുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ വിയോജിപ്പുള്ള ഒരു പ്രയോഗമാണത്. നേതാക്കളെ മാറ്റിക്കൊണ്ടല്ല തിരുത്തൽ നടപടിയെന്നും എന്നാൽ ഒരു നേതാവും സ്വയം വിമർശനത്തിന് അതീതമല്ലെന്നും ജനറൽ സെക്രട്ടറി പറഞ്ഞു. അവലോകന റിപ്പോർട്ടിൽ നേതാക്കൾക്കെതിരെ വിമർശനം ഉയർന്നുവെന്നത് മാധ്യമ സൃഷ്ടി മാത്രമാണ്. വിഴിഞ്ഞത്ത് അദാനിയെ കൊണ്ടുവന്നത് ഉമ്മൻചാണ്ടി സർക്കാരാണ്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞതാണ് പാർട്ടി നയമെന്നും ഇക്കാര്യം കേന്ദ്ര കമ്മിറ്റിയിൽ ചർച്ച ചെയ്തില്ലെന്നും MA ബേബി വ്യക്തമാക്കി. അമൃത ന്യൂസ്, ന്യൂഡൽഹി. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തിൽ CPM-CPI ഉഭയകക്ഷി ചർച്ചയിൽ തീരുമാനമായില്ല. LDF കൺവീനർ TP രാമകൃഷ്ണൻ MN സ്മാരകത്തിലെത്തി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായി കൂടിക്കാഴ്ച നടത്തി. അതേസമയം ഇന്ന് ചേർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇക്കാര്യം ചർച്ച ചെയ്തു. നിയമസഭാ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തിൽ CPI അവകാശവാദം ഉന്നയിച്ചതിന് ശേഷം ആദ്യമായാണ് CPM-ൽ നിന്നും ചർച്ചയ്ക്ക് ഒരു നേതാവ് MN സ്മാരകത്തിലേക്ക് എത്തിയത്. LDF കൺവീനർ TP രാമകൃഷ്ണൻ MN സ്മാരകത്തിലെത്തി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായി ഉഭയകക്ഷി ചർച്ച നടത്തുകയായിരുന്നു. കൂടിക്കാഴ്ച അരമണിക്കൂർ നീണ്ടു. CPI പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം ഉന്നയിച്ചിട്ടുണ്ടെന്നും പരസ്പരം കൂടിയാലോചിച്ച് പൊതു താൽപര്യം കണക്കിലെടുത്ത് തീരുമാനമെടുക്കുമെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. പ്രതിപക്ഷ ഉപനേതാവിന്റെ പ്രശ്നം CPI ഉന്നയിച്ചിട്ടുണ്ട്. CPM-ഉം ആ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. CPI-ക്കും CPM-നും ഒരേ രാഷ്ട്രീയമാണെന്നും അത് LDF രാഷ്ട്രീയമാണെന്നും തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും ബിനോയ് വിശ്വവും പ്രതികരിച്ചു. CPI-ക്കും CPM-നും ഒരേ രാഷ്ട്രീയമാണ്, അത് LDF രാഷ്ട്രീയമാണ്. ആ LDF രാഷ്ട്രീയം ശക്തിപ്പെടുത്തിക്കൊണ്ടേ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് CPI-ക്കും ബോധ്യമാണ്, CPM-നും ബോധ്യമാണ്. ഇടയ്ക്കുണ്ടാകുന്ന ഏത് വിഷയങ്ങളും ചർച്ച ചെയ്യുമ്പോഴും ഈ കാഴ്ചപ്പാട് ഞങ്ങൾ നയിക്കും. ഈ രാഷ്ട്രീയ കാഴ്ചപ്പാട് നല്ല രീതിയിൽ അവസാനിക്കും. CPM ബന്ധം എപ്പോഴും അങ്ങനെയായിരിക്കും. കിട്ടിയോ സമയത്ത് കിട്ടുന്നേ. അതേസമയം ഇന്നു ചേർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിലും ഇക്കാര്യം ചർച്ച ചെയ്തതായാണ് സൂചന. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തിൽ തീരുമാനമാകാത്തതിനാൽ LDF യോഗം ചേരുന്നതിലും കാലതാമസം നേരിടുകയാണ്. LDF കൺവീനറുടെ CPI ആസ്ഥാനത്തെത്തിയുള്ള സമവായ ശ്രമം ഇതിന്റെ കൂടി സാഹചര്യത്തിലാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ബഹിരാകാശം താണ്ടുന്ന ആദ്യ മലയാളി, ചരിത്രം കുറിക്കാൻ അനിൽ മേനോൻ. ബഹിരാകാശത്തെത്തുന്ന ആദ്യ മലയാളി എന്ന നേട്ടം സ്വന്തമാക്കാൻ നാസ ശാസ്ത്രജ്ഞനായ ഡോക്ടർ അനിൽ മേനോനും സംഘവും യാത്ര തിരിച്ചു. കസാക്കിസ്ഥാനിലെ ബൈക്കോനൂർ കോസ്മോഡ്രോമിൽ നിന്നും സോയൂസ് MS-29 പേടകം വിജയകരമായി വിക്ഷേപിച്ചു. രാത്രി 11:26 പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയവുമായി ഡോക്ക് ചെയ്യും. നാളെ പുലർച്ചെ 1:30 മൂന്നംഗ സംഘം നിലയത്തിലേക്ക് പ്രവേശിക്കും. അടുത്ത വർഷം ഏപ്രിലായിരിക്കും സംഘത്തിന്റെ മടക്കം. Booster ignition now at full throttle and liftoff. Minin, Dubrov and Kikana now on their way to the International Space Station as part of a 3.5 കോടി മലയാളികളുടെ അഭിമാനമായി ഇന്ത്യൻ സമയം 8:17 റോസ്കോസ്മോസ് സോയൂസ് MS-29 പേടകം വിജയകരമായി വിക്ഷേപിച്ചത്. പേടകത്തിൽ ഫ്ലൈറ്റ് എഞ്ചിനീയറാണ് പാതി മലയാളിയും US പൗരനുമായ അനിൽ മേനോൻ. കസാക്കിസ്ഥാനിലെ ബൈക്കനൂരിലുള്ള റഷ്യൻ ബഹിരാകാശ നിലയത്തിൽ നിന്ന് സോയൂസ് 2.1A റോക്കറ്റ് ഉപയോഗിച്ചായിരുന്നു വിക്ഷേപണം. ദുബ്രോവ്, അന്ന കിക്കിന എന്നീ റഷ്യൻ സഞ്ചാരികളും ഒപ്പമുണ്ട്. ഗവേഷണങ്ങൾക്കായി 8 മാസം സംഘം ബഹിരാകാശത്ത് ചെലവിടും. അടുത്ത വർഷം ഏപ്രിലാണ് മൂവരും തിരിച്ചെത്തുക. എക്സ്പെഡീഷൻ 74-75 അംഗങ്ങളായും സേവനമനുഷ്ഠിക്കും. വൈദ്യശാസ്ത്രം, സാങ്കേതികവിദ്യ, ബഹിരാകാശയാത്ര എന്നിവയുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങളിലും മൂവരും ഏർപ്പെടും. ഗുരുത്വാകർഷണമില്ലാത്ത സാഹചര്യത്തിലെ ദീർഘകാല താമസം മനുഷ്യ ശരീരത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾക്ക് മൂവരും നേതൃത്വം നൽകും. മൈക്രോഗ്രാവിറ്റിയിൽ അസ്ഥികളുടെ സാന്ദ്രത കുറയുന്നതും പേശികൾ ക്ഷയിക്കുന്നതും എങ്ങനെ തടയാമെന്നതാണ് പ്രധാന ഗവേഷണ വിഷയം. എമർജൻസി മെഡിസിൻ വിഭാഗം ഡോക്ടറും US ബഹിരാകാശ സേനയിൽ കേണൽ പദവിയിലുള്ള ഉദ്യോഗസ്ഥനുമാണ് 49-കാരനായ അനിൽ. ഒറ്റപ്പാലം സ്വദേശിയായ ശങ്കരൻ മേനോനാണ് പിതാവ്. അമ്മ യുക്രൈനിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറിയ എലിസബത്ത്. സ്പേസ് എക്സ് ജീവനക്കാരിയായ ഭാര്യ അന്ന മേനോനും ബഹിരാകാശത്ത് പോയിട്ടുണ്ട്. ജെയിംസ്, ഗ്രേസ് എന്നിവരാണ് മക്കൾ. AICC അധ്യക്ഷനായിരുന്ന ഏക മലയാളിയായ ചേറ്റൂർ ശങ്കരൻ നായരുടെ പേരക്കുട്ടിയുടെ ചെറുമകൻ കൂടിയാണ് അനിൽ
മേനോൻ. ന്യൂസ് ഡെസ്ക് അമൃത TV. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസ് അട്ടിമറിച്ചു എന്ന ആരോപണത്തിൽ ADGP MR അജിത് കുമാറിനെതിരായ റിപ്പോർട്ട് DGP മടക്കി അയച്ചു. SIT സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിൽ കൂടുതൽ വ്യക്തത തേടിയാണ് റിപ്പോർട്ട് മടക്കിയത്. അജിത് കുമാറിന് സർക്കാർ സംരക്ഷണം ഒരുക്കുന്നുവെന്ന വിമർശനം ശക്തമാകുമ്പോഴാണ് 20 ദിവസത്തിനു മുൻപ് ലഭിച്ച റിപ്പോർട്ടിൽ ഇപ്പോൾ വ്യക്തത തേടുന്നത്. അജിത് കുമാറിന്റെ സ്ഥാനക്കയറ്റത്തിനുള്ള നടപടികൾ തുടങ്ങാനിരിക്കവെയാണ് നടപടിയെന്നതും ശ്രദ്ധേയം. രക്ഷാപ്രവർത്തന കേസ് അട്ടിമറിച്ചുവെന്ന SIT കണ്ടെത്തലിനെ തുടർന്നാണ് ADGP MR അജിത് കുമാറിനെതിരെ നടപടിക്ക് ശുപാർശ ചെയ്ത റിപ്പോർട്ട് നൽകിയത്. SIT സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തതയില്ല എന്നാണ് DGP ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. അതിനാൽ വീണ്ടും അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് നിർദ്ദേശിച്ച SITക്ക് തന്നെ റിപ്പോർട്ട് മടക്കി നൽകി. ഉന്നത ഉദ്യോഗസ്ഥനായ അജിത് കുമാർ കേസ് അട്ടിമറിച്ചുവെന്നും ഉദ്യോഗസ്ഥരെ വിളിച്ചുവരുത്തി റിപ്പോർട്ട് തിരുത്താൻ നിർദ്ദേശിച്ചുവെന്നുമാണ് പോലീസുകാർ മൊഴി നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് SIT സംഘം അജിത് കുമാറിനെ പ്രതിക്കൂട്ടിലാക്കി DGPക്ക് റിപ്പോർട്ട് നൽകിയത്. എന്നാൽ റിപ്പോർട്ട് ലഭിച്ച് 20 ദിവസം വരെയും നിശബ്ദനായിരുന്ന DGP ഇപ്പോൾ വിമർശനം ശക്തമായപ്പോഴാണ് തുടർ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ചില കാര്യങ്ങളിൽ വീണ്ടും അന്വേഷണം നടത്തി പുതിയ റിപ്പോർട്ട് നൽകണമെന്നാണ് DGPയുടെ നിർദ്ദേശം. വീണ്ടും അന്വേഷണം നടത്തി മറ്റൊരു റിപ്പോർട്ട് നൽകുമ്പോൾ കാലതാമസമെടുക്കും. അപ്പോഴേക്കും സ്ഥാനക്കയറ്റ പട്ടികയിൽ MR അജിത് കുമാർ ഇടം പിടിക്കുമെന്നാണ് സൂചന. ട്രാൻസ്പോർട്ട് കമ്മീഷണറായിരിക്കുന്ന DGP നിതിൻ അഗർവാൾ ഈ മാസം 31-ന് വിരമിക്കും. ആ ഒഴിവിൽ DGPയായി സ്ഥാനക്കയറ്റം ലഭിക്കാൻ സാധ്യതയുള്ളത് MR അജിത് കുമാറിനാണ്. അതിനുവേണ്ടിയുള്ള സ്ക്രീനിംഗ് കമ്മിറ്റി യോഗവും തുടർ നടപടികളും ഉടൻ ചേരാനിരിക്കവെയാണ് അജിത് കുമാറിന് വീണ്ടും സംരക്ഷണ കവചം ഒരുങ്ങുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. PSC നിയമന തട്ടിപ്പിൽ നിർണായക രേഖകൾ ആവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് PSCക്ക് കത്ത് നൽകി. ഓഫീസിൽ ഉദ്യോഗസ്ഥർ നേരിട്ടെത്തിയാണ് കത്ത് നൽകിയത്. ആസൂത്രണ ബോർഡിലെ പരീക്ഷയുമായി ബന്ധപ്പെട്ട ചോദ്യപേപ്പർ, ഉത്തരസൂചിക, ഉദ്യോഗാർത്ഥികളുടെ പട്ടികയടക്കം രേഖകളാണ് ആവശ്യപ്പെട്ടത്. ആസൂത്രണ ബോർഡിലെ 3 നിയമനങ്ങളിലേക്ക് പരീക്ഷ എഴുതിയ 4 പേരുടെ മൊഴിയും തെളിവുകളും ശേഖരിച്ച ശേഷമാണ് അന്വേഷണ സംഘം PSCക്ക് കത്ത് നൽകിയിരിക്കുന്നത്. വിവരാവകാശ പ്രകാരം PSCയിൽ നിന്ന് ലഭിച്ച മാർക്ക് ലിസ്റ്റ് ഉൾപ്പെടെയുള്ള രേഖകളും ഉദ്യോഗാർത്ഥികൾ തെളിവായി ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുണ്ട്. ആസൂത്രണ ബോർഡിലെ പരീക്ഷയുമായി ബന്ധപ്പെട്ട ചോദ്യപേപ്പർ, ഉത്തരസൂചിക, വിദ്യാർത്ഥികളുടെ പട്ടിക, അഭിമുഖത്തിന് വിളിച്ചവർ, ഓൺ സ്ക്രീൻ മാർക്കിംഗിന്റെ വിശദാംശങ്ങൾ തുടങ്ങിയ രേഖകളാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ചോദ്യകർത്താക്കളുടെ വിവരങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല. ക്രൈംബ്രാഞ്ച് മേധാവി H. വെങ്കടേഷിന്റെ പേരിൽ PSC സെക്രട്ടറിക്കാണ് കത്ത് നൽകിയിട്ടുള്ളത്. ഇതോടൊപ്പം PSCയുമായി ബന്ധപ്പെട്ട കൂടുതൽ നിയമന വിവാദങ്ങളിലേക്കും ക്രൈംബ്രാഞ്ച് അന്വേഷണം വ്യാപിപ്പിക്കുകയാണ്. ആസൂത്രണ ബോർഡിന് പുറമെ മറ്റ് 10 വകുപ്പുകളിലെ നിയമന തട്ടിപ്പ് ആരോപിച്ചുള്ള പരാതികൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഈ പരാതിക്കാരുടെ മൊഴിയെടുക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. KS ഉൾപ്പെടെയുള്ള പരീക്ഷകൾ സംശയത്തിന്റെ നിഴലിലാണെന്ന് മന്ത്രി OJ ജനീഷ്. നിരവധി നിയമനങ്ങളിൽ തെറ്റുകൾ നടന്നിട്ടുണ്ട്. ക്രമവിരുദ്ധമായ സർവീസിൽ കയറിയവർക്കെതിരെ നടപടി വേണമെന്ന് മന്ത്രി പറഞ്ഞു. PSC അട്ടിമറി സർക്കാർ അന്വേഷിക്കുന്നു. ഈ നാട്ടിലെ ചെറുപ്പക്കാരോട് ദ്രോഹം ചെയ്തവരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണമെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ നിലപാട്. ഇക്കാര്യത്തിൽ വരും ദിവസങ്ങളിൽ യൂത്ത് കോൺഗ്രസ് സമരം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. PSCക്കകത്ത് കഴിഞ്ഞ 10 വർഷക്കാലം ഗുരുതരമായ അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ബോധ്യപ്പെടുന്നൊരു കാര്യം. ഈ നാട്ടിലെ ചെറുപ്പക്കാരോട് ഇതുപോലെ ദ്രോഹം ചെയ്ത ആളുകളെ അതിൻ്റെ നിയമത്തിന് മുമ്പിലേക്ക് കൊണ്ടുവരേണ്ട സാഹചര്യമുണ്ട് എന്ന് തന്നെയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ നിലപാട്. അതുകൊണ്ടാണ് PSCയുടെ ഓഫീസിന് മുമ്പിലേക്ക് യൂത്ത് കോൺഗ്രസ് സമരം നടത്തിയെന്ന് തള്ളിക്കയറിയത്. ഇപ്പോൾ നാളെയും മറ്റന്നാളുമായി വീണ്ടും യൂത്ത് കോൺഗ്രസിൻ്റെ സമരങ്ങൾ തിരുവനന്തപുരത്ത് ഇതുമായി ബന്ധപ്പെട്ട് ആലോചിക്കുന്നുണ്ട്. മേത്തർ ഈഗിൾസ് FC പന്തോളം സമർപ്പിക്കുന്നത് മേത്തർ ഈഗിൾസ് FC കേരള. ലോകകപ്പിലെ ഗ്ലാമർ സെമി പോരാട്ടത്തിനായുള്ള കാത്തിരിപ്പിലാണ് ഫുട്ബോൾ ലോകം. യൂറോപ്പിലെ 2 വമ്പന്മാരായ ഫ്രാൻസും സ്പെയിനും നേർക്കുനേർ വരുമ്പോൾ ആദ്യ സെമി ഫൈനൽ ആവേശമാകും. ഇന്ന് രാത്രി 12:30 മത്സരം. ലോകകപ്പിൽ കിരീട സാധ്യത കൽപ്പിക്കപ്പെടുന്ന ടീമുകൾ തമ്മിലുള്ള പോരാട്ടമാണ് ആദ്യ സെമി. എന്നാൽ നിലവിലെ ഫോം വിലയിരുത്തുമ്പോൾ മുൻതൂക്കം ഫ്രാൻസിന് തന്നെയാണ്. അതേസമയം
മുൻ കണക്കുകൾ നോക്കിയാൽ സ്പെയിനിനെ തള്ളിക്കളയാൻ കഴിയില്ല. യൂറോപ്പിലെ വമ്പന്മാരായ സ്പെയിനും ഫ്രാൻസും നേർക്കുനേർ എപ്പോഴൊക്കെ വന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം കണ്ടത് ആവേശ പോരാട്ടങ്ങൾ തന്നെയായിരുന്നു. ഡാളസിലെ ആദ്യ സെമിയിൽ സൂപ്പർ താരം എംബാപ്പയുടെയും ഉസ്മാൻ ഡെംബെലയുടെയും മിന്നുന്ന ഫോമാണ് ഫ്രാൻസിന് കരുത്താവുന്നത്. എംബാപ്പെ 8 ഗോളും 3 അസിസ്റ്റും നേടി നിലവിൽ ഗോൾഡൻ ബൂട്ട് പോരാട്ടത്തിൽ തലപ്പത്താണ്. ഉസ്മാൻ ഡെംബെലെ 5 ഗോളും 2 അസിസ്റ്റുമാണ് നേടിയത്. ഈ രണ്ടുപേരുടെയും ഫോമിലാണ് ഫ്രാൻസിന്റെ കുതിപ്പ്. എന്നാൽ സ്പെയിനിന്റെ മൈക്കൽ ഒയാർ സബാലയും മൈക്കൽ മെറീനോയുമാണ് സ്പാനിഷ് നിരയിലെ ഗോൾ വേട്ടക്കാർ. ഫ്രാൻസിന്റെ ഫൈനൽ ബർത്തിനായി കോച്ച് ദിദിയർ ദെഷാമും ശിഷ്യരും തന്ത്രങ്ങൾ പ്ലാൻ ചെയ്തു കഴിഞ്ഞു. ആ തന്ത്രങ്ങൾ പൊളിച്ചെടുക്കാൻ സ്പെയിൻ കോച്ച് ലൂയിസ് ഡെ ലാഫെൻഡയുടെയും നേതൃത്വത്തിൽ മാസ്റ്റർ പ്ലാൻ സ്പാനിഷ് കോട്ടയിൽ തയ്യാറായി കഴിഞ്ഞു. നേട്ടങ്ങളിൽ ചരിത്ര പുസ്തകം നോക്കിയാൽ ക്ഷീണം ഫ്രാൻസിനാണ്. 38 തവണ ഫ്രാൻസും സ്പെയിനും ഏറ്റുമുട്ടിയിട്ടുണ്ട്. അതിൽ 18 ജയങ്ങളുടെ മേൽക്കൈ സ്പെയിന് തന്നെയാണ്. 13 ജയങ്ങൾ ഫ്രാൻസ് നേടിയപ്പോൾ 7 കളികൾ സമനിലയിൽ പിരിഞ്ഞു. ഇത്തവണ ക്വാർട്ടറിൽ ബെൽജിയത്തിനെതിരെ 2-1 സ്പാനിഷ് ടീം ജയിച്ചു വന്നത്. എതിരില്ലാത്ത 2 ഗോളുകൾക്കായിരുന്നു മൊറോക്കയെ തകർത്ത് ഫ്രാൻസ് സെമിയിലേക്കുള്ള ടിക്കറ്റ് ഉറപ്പിച്ചത്. 2018 കിരീടം നേടിയ ഫ്രാൻസ് 2022 റണ്ണേഴ്സപ്പ് ആയിരുന്നു. ലോകകപ്പിൽ ഇരുവരും മത്സരിച്ചത് ഇതുവരെ ഒരു തവണ മാത്രമാണ്. 2006 അന്ന് ഫ്രാൻസ് 3-1 സ്പെയിനെ തോൽപ്പിച്ചത്. ഇത്തവണ ഇതുവരെ 3 നോക്കൌട്ട് മത്സരത്തിലും ഗോൾ വഴങ്ങാതെയാണ് ഫ്രാൻസിന്റെ മുന്നേറ്റം. അതേസമയം മുന്നേറ്റത്തിനൊപ്പം ശക്തമായ പ്രതിരോധവുമാണ് സ്പെയിനിന്റെ ശക്തി. എന്തായാലും തുല്യശക്തികളെന്ന് വിശേഷിപ്പിക്കുന്ന 2 യൂറോപ്യൻ ചേരികൾ സെമിയിൽ കൊമ്പുകോർക്കുമ്പോൾ ആരാധകർക്ക് ടെൻഷൻ തന്നെയാണ്. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്. ലോകകപ്പ് ഫുട്ബോളിൽ ആദ്യ സെമി ഇന്ന് നടക്കുമ്പോൾ 19ാം പിറന്നാൾ ആഘോഷിച്ച സ്പാനിഷ് താരം ലെമീൻ യമാൽ. 2007 ജൂലൈ 13 ജനിച്ച സ്പാനിഷ് സൂപ്പർ താരം ഫിഫ ലോക സെമി ഫൈനൽ മത്സരത്തിന് മുന്നോടിയായാണ് 19ാം ജന്മദിനം ആഘോഷിച്ചത്. ബാഴ്സലോണയ്ക്ക് വേണ്ടി മിന്നും ഫോമിൽ കളിക്കുന്ന യമാൽ സ്പെയിൻ ദേശീയ ടീമിനുമായി ചരിത്ര നേട്ടങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട്. ബാഴ്സലോണയ്ക്ക് വേണ്ടി 10ാം നമ്പറിൽ കളിക്കുന്ന താരം ലോകകപ്പിൽ 19ാം നമ്പർ ജേഴ്സിയിലാണ് കളിക്കുന്നത്. ഇംഗ്ലണ്ടിനെതിരായ ആദ്യ ഏകദിനത്തിൽ ഇന്ത്യയ്ക്ക് 259 റൺസ് വിജയലക്ഷ്യം. നിശ്ചിത ഓവറിൽ 13 പന്ത് ബാക്കി നിൽക്കെ ഇംഗ്ലണ്ട് പുറത്താകുകയായിരുന്നു. ജോ റൂട്ട് പുറത്താകാതെ 76 റൺസ് എടുത്തു. ലിയം ഡോസൺ 68 റൺസ് എടുത്തിട്ടുണ്ട്. മറുപടി ബാറ്റിംഗിൽ ഇന്ത്യ 4 വിക്കറ്റ് നഷ്ടത്തിൽ 180 റൺസ് എന്ന നിലയിലാണ്. ശുഭ്മാൻ ഗിൽ 80 റൺസ് എടുത്തു. വാർത്തയിലേക്ക്. 2018 പ്രളയം മനുഷ്യനിർമ്മിതമാണെന്ന ഗുരുതര ആരോപണങ്ങളിൽ അന്വേഷണം പ്രഖ്യാപിച്ച ആഭ്യന്തര വകുപ്പ്. മുൻമന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടേത് എന്ന് ആരോപിക്കപ്പെടുന്ന ഓഡിയോ ടേപ്പിനെക്കുറിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് സ്വകാര്യ വ്യക്തി നൽകിയ പരാതിയിലാണ് അന്വേഷണം. മുൻ വൈദ്യുത മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ പേരിലുള്ള ഓഡിയോ സന്ദേശമാണ് മാത്യു കുഴൽനാടൻ MLA പുറത്തുവിട്ടത്. എന്നാൽ ഓഡിയോ സന്ദേശം AI നിർമ്മിതമെന്നായിരുന്നു കൃഷ്ണൻകുട്ടിയുടെ വിശദീകരണം. സംഭവത്തിൽ സ്വകാര്യ വ്യക്തി നൽകിയ പരാതിയിലാണ് ഇപ്പോൾ ആഭ്യന്തരമന്ത്രി ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. പ്രളയസമയത്ത് ഡാമുകൾ കൈകാര്യം ചെയ്തതിൽ വീഴ്ചയുണ്ടായെന്ന് ഓഡിയോയിൽ പറയുന്നുണ്ടെന്നാണ് കോൺഗ്രസ് ആരോപണം. പ്രളയം മനുഷ്യനിർമ്മിതമാണെന്നും അതിന് പിന്നിൽ ക്രിമിനൽ ഗൂഢാലോചനയുണ്ടെന്നും വെളിവാക്കുന്ന വിധത്തിൽ പുറത്തുവന്ന ശബ്ദരേഖയിലാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. തോട്ടപ്പള്ളി സ്പിൽവേ തുറക്കാതിരുന്നത് മണൽ ലോബിക്ക് വേണ്ടിയാണെന്നും മണിയാറിലും പറമ്പിക്കുളത്തും ക്രമക്കേടുകൾ നടന്നു, ഇതിന് പിന്നിൽ കോടികളുടെ അഴിമതിയാണെന്നും മാത്യു കുഴൽനാടൻ ആരോപിച്ചിരുന്നു. 1ാം പിണറായി സർക്കാരിലെ മന്ത്രിയും കൃഷ്ണൻകുട്ടിയുടെ പാർട്ടി നേതാവുമായ മാത്യു ടി തോമസിനെതിരെയും പുറത്തുവന്ന ഓഡിയോ ക്ലിപ്പിൽ ആരോപണമുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കപ്പ കേസിൽ തടവിലുള്ള തിരുവനന്തപുരം നഗരസഭാ കൗൺസിലർ ആർ സുഗതൻ ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്തു. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് വിയൂർ ജയിലിൽ അപൂർവമായ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഇന്ന് നടന്നത്. മേയർ വി രാജേഷ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട സുഗതന എന്ന് ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് കേരള ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു ജനപ്രതിനിധി ജയിലിൽ വെച്ച സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. വിയൂർ ജയിലിലെ ലൈബ്രറി ഹാളിൽ നടന്ന ചടങ്ങിൽ തിരുവനന്തപുരം മേയർ വി രാജേഷ്, ഡെപ്യൂട്ടി മേയർ ആശാനാഥ്, ജയിൽ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. നേരത്തെ ദൈവങ്ങളുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തത് കോടതി റദ്ദാക്കിയതിനാലാണ് സുഗതന് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വന്നത്. ഇതിനിടെ കാപ്പ കേസിൽ ജയിലിലുമായി.
എന്നാൽ ഇപ്പോൾ ഈശ്വരനാമത്തിലാണ് സുഗതൻ സത്യപ്രതിജ്ഞ ചെയ്തത്. സത്യപ്രതിജ്ഞ ചെയ്യാൻ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചപ്പോഴാണ് കോടതി ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ ഉത്തരവിട്ടത്. ഇത് കോടതി ഉത്തരവാണെന്ന് കുറ്റപ്പെടുത്തുന്നവർ ഇത് മനസ്സിലാക്കണമെന്ന് മേയർ വി വി രാജേഷ് പറഞ്ഞു. രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോൾ കേസുകൾ സ്വാഭാവികമാണെന്നും വി വി രാജേഷ് കൂട്ടിച്ചേർത്തു. ഞങ്ങളൊക്കെ തന്നെ ഈ നിൽക്കുന്ന എല്ലാവരും കോർപ്പറേഷനിലിരിക്കുന്ന പല കൗൺസിലർമാരും ഒക്കെ തന്നെ രാഷ്ട്രീയമായി പലതരത്തിലുള്ള സമരങ്ങളിലൊക്കെ പങ്കെടുത്തതിൻ്റെ കേസുകൾ പ്രതികളാണ്. എണ്ണമേറിയും കുറഞ്ഞുമിരിക്കും. അതിൻ്റെയൊക്കെ ഫൈനലി അതിൻ്റെ അഭിപ്രായം പറയേണ്ട ബഹുമാനപ്പെട്ട കോടതികളാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ മാത്രമേ നമുക്ക് അങ്ങനെയുള്ള പ്രതിപക്ഷം പറയുന്ന അനുസരിച്ചുള്ള കാര്യങ്ങൾ പ്രതികരിക്കേണ്ടതായിട്ടുള്ളൂ. കേസിൽ ജാമ്യം ലഭിക്കാത്തതിനാൽ സുഗതൻ ജയിലിൽ തന്നെ തുടരും. 2 കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുക്കാത്ത സുഗതൻ 3ാമത്തെ കൗൺസിലിലും എത്തിയില്ലെങ്കിൽ അയോഗ്യനാകും. അതേസമയം ജയിലിലെ സത്യപ്രതിജ്ഞ നഗരസഭയ്ക്ക് നാണക്കേടുണ്ടാക്കിയെന്ന വിമർശനം കോൺഗ്രസും CPM-ഉം ഉന്നയിക്കുന്നുണ്ട്. കേരള രാഷ്ട്രീയത്തിലെ പുതുചരിത്രം. വിയൂർ സെൻട്രൽ ജയിലിൽ ജനപ്രതിനിധി സുഗതൻ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. ഇത് പുതിയ രാഷ്ട്രീയ സാധ്യതകളും ഒപ്പവും കൗതുകവും ഉണർത്തുകയാണ്. ക്യാമറമാൻ ശശികാന്തിനൊപ്പം ഹരീഷ് നാരായൺ, അമൃത ന്യൂസ്, തൃശൂർ. ആർ സുഗതന്റെ സത്യപ്രതിജ്ഞയിൽ പ്രതികരണവുമായി CPM നേതാവ് വി ജോയി. ഹൈക്കോടതിയുടെ കൃത്യമായ ഇടപെടലാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. കാപ്പ കേസിൽ പ്രതിയെ പുറത്തുവിടാൻ കഴിയില്ല എന്ന വിധിയാണ് കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. കാപ്പ കേസിലെ പ്രതി ഇനി 6 മാസം ജയിലിനുള്ളിലാണ്. കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുക്കാൻ കഴിയാതെ വരും. സ്വമേധയാ തന്നെ കൗൺസിൽ സ്ഥാനത്തു നിന്നും അയോഗ്യതയുണ്ടാകും. അതിനാൽ റിലേ സത്യാഗ്രഹം അവസാനിപ്പിക്കുന്നുവെന്നും വി ജോയി പ്രതികരിച്ചു. കാപ്പ കേസിലെ പ്രതി യഥാർത്ഥത്തിൽ ഇനി 6 മാസക്കാലം ജയിലിനുള്ളിലാണ്. ഈ 6 മാസക്കാലം ജയിലിനുള്ളിലാകുമ്പോൾ നിശ്ചയമായും കൗൺസിൽ യോഗങ്ങളിൽ തുടരെ പങ്കെടുക്കാൻ സാധിക്കാത്ത സ്ഥിതി വരും. സ്വമേധയാ തന്നെ കൗൺസിൽ സ്ഥാനം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും. LDF പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ശരിവെക്കുന്ന രീതിയിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവെന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലെ പ്രതിപക്ഷ നേതാവ് SP ദീപക് പ്രതികരിച്ചു. അതിലേക്ക് ഈ സുഗതനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നിലപാടുമായിട്ട് ഈ മേയർ മുന്നോട്ട് പോയതോടുകൂടി നഗരത്തിനകത്തുള്ള ജനവാസം നഗരത്തിൽ താമസിക്കുന്നവർ ഇന്നിപ്പോൾ പറയുന്നത് ട്രിവാൻഡ്രം കോർപ്പറേഷൻ എന്നുള്ള പേര് മാറിയിട്ട് യഥാർത്ഥത്തിൽ ഇതൊരു കാപ്പ കോർപ്പറേഷനായി മാറുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വന്നു എന്നുള്ളതാണ്. അഭിമന്യു വധക്കേസിലെ പ്രതികൾക്ക് ഹൈക്കോടതിയിൽ നിന്നും തിരിച്ചടി. വിചാരണ തടയണമെന്നാവശ്യപ്പെട്ട് 5 പ്രതികൾ നൽകിയ ഹർജി കോടതി തള്ളി. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത പ്രതികളുടെ വിചാരണ തുടരാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. അഭിമന്യു വധക്കേസിൽ കൂട്ടുപ്രതികൾക്ക് കുറ്റപത്രം നൽകിയിട്ടില്ലാത്തതിനാൽ വിചാരണ തടയണം എന്നാവശ്യപ്പെട്ടാണ് 5 പ്രതികൾ ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. ഇത്തരം സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് ക്രിമിനൽ കേസിന്റെ വിചാരണ നിർത്തിവെക്കേണ്ട ആവശ്യമില്ലെന്ന് സുപ്രീം കോടതി വിധി ചൂണ്ടിക്കാട്ടിയാണ് സർക്കാർ ഹർജി എതിർത്തത്. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത പ്രതികൾക്കെതിരെയുള്ള കുറ്റപത്രം കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ വിചാരണ നിർത്തിവെക്കേണ്ട ആവശ്യമില്ലെന്ന് ഹൈക്കോടതിയും വിലയിരുത്തി. ഇതേ തുടർന്നാണ് പ്രതികളുടെ ഹർജി ഹൈക്കോടതി തള്ളിയത്. ഈ മാസം 24-ന് എറണാകുളം സെഷൻസ് കോടതിയിൽ നടക്കുന്ന വിചാരണയ്ക്ക് ഇതോടെ തടസ്സം നീങ്ങി. അമൃത ന്യൂസ്, കൊച്ചി. നടിയെ ആക്രമിച്ച കേസിൽ പൾസർ സുനിയുടെ ഹർജി ഹൈക്കോടതി തള്ളി. ശിക്ഷ മരവിപ്പിക്കണമെന്ന ആവശ്യമാണ് തള്ളിയത്. പൾസർ സുനി ജയിലിൽ തുടരും. ശിക്ഷ മരവിപ്പിക്കേണ്ട അസാധാരണ സാഹചര്യമില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഹർജി തള്ളിയത്. അതിജീവിതയുടെ അന്തസ്സ് കണക്കിലെടുക്കണമെന്നും കോടതി നിരീക്ഷിച്ചു. സെഷൻസ് കോടതി പുറപ്പെടുവിച്ച വിധി ന്യായത്തിൽ പ്രകടമായ എന്തെങ്കിലും അപാകതയോ നിയമവിരുദ്ധതയോ ചൂണ്ടിക്കാട്ടാൻ ഹർജിക്കാരന് സാധിച്ചിട്ടില്ല എന്നും കോടതി വിലയിരുത്തി.